ഹായ് ഓൾ, വെൽക്കം ടു CC Plus. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് SSLC ഹിന്ദിയുടെ ഒരു ക്വിക്ക് റിവിഷൻ സെക്ഷൻ ആയിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇക്കായി 1, 2, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കണ്ടൻറ്റ് കവർ ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ ഇക്കായി 4, ഇക്കായി 5 അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കായി 4ലേക്ക് പോവാം. ഇവിടെ നമുക്കുള്ളത് ബസന്ത് മേര ഘാവ് കാ, ദിശാഹീൻ ദിശ. ഇത് എക്സ്ട്രാ റീഡിങ് പാർട്ടാണ്. സോ അത് നമുക്ക് നോക്കണ്ട. തൽക്കാലം നമുക്ക് ഈ 2 പാഠഭാഗങ്ങൾ നോക്കാം. ബസന്ത് മേര ഘാവ് കാ എന്ന് പറയുന്നത് ലേഖാണ്. മുകേഷ് നഠിയാലാണ് അത് എഴുതിയിരിക്കുന്നത്. ദിശാഹീൻ ദിശ ഒരു യാത്രാവൃത്താണ്. വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആയിട്ടുള്ള മോഹൻ രാഗേഷിൻ്റെതാണ്. അപ്പം നമുക്ക് ആദ്യം ബസന്ത് മേര ഘാവ് കാ എന്നുള്ളത് നോക്കാം. ബസന്ത് മേര ഘാവ് കാ എന്ന് പറയുന്നത് ഇത് ഉത്തരാഖണ്ഡിലെ ഒരു വളരെ കുട്ടികളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവം. ഫൂൽദേവി, അതുപോലെ തന്നെ പ്രകൃതി ചിത്രൻ. ആ ഒരു ഇതിൽ പറയുന്നുണ്ട്, സൂരജ് पंजाचोली के घिसकर जब नंदा पर्वत तक पहुंचते हैं तो पहाड़ में फसूली के पीले फूल गिरने लगते हैं. സൂര്യൻ പഞ്ചാജൂലിയിൽ നിന്ന് നന്ദപർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ, ആ മലനിരകളിൽ മഞ്ഞ നിറത്തിലുള്ള ഫമൂലി ഫൂൽ എന്ത് ചെയ്യുന്നു, വിടരുന്നു. പഹാടി കി ढलानों पर खूबसूरती से कटे सीडनुमा गेतों के गेहूं की हरियाली के बीच सरसों की पिलाई पसर जाती है. അത് മാത്രമല്ല, ഗോതമ്പ് പാടങ്ങളെല്ലാം വിളയുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ചിത്രം നമുക്ക് അതായത് ഒരു സ്പ്രിംഗ് സീസണൊക്കെ ആകുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കും. വസന്തകാലം എന്ന് പറയുന്നത് പ്രകൃതി മൊത്തത്തിൽ ഒരു സുന്ദരി ആവുന്ന കാലഘട്ടമാണെന്നാണ് ഇതിൽ പറയുന്നത്. പൂക്കളെല്ലാം വിടരുന്നു. പ്രകൃതിയിൽ ആകെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സീസണിലാണ് ഉത്തരാഖണ്ഡിൽ കുട്ടികളുടെ ഉത്സവമായിട്ടുള്ള ഫുൽദേയി നടക്കുന്നത്. बुरास के फूल पहाड़ों पर शानदार ललिमा बीजा देता है. गांव के जड़ में बहती गंगा के सड़कर बनी सीली सड़क की हलचल बढ़ जाती है. അപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു സീസണാണ് ബസന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബസന്ത് വരുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ കാര്യമാണ് ഈ ഒരു കഥയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു വസന്ത കാലഘട്ടത്തിലാണ് ഫുൽദേയി ഉത്സവം നടക്കുന്നത്. അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുട്ടികളാണ്. മുതിർന്നവർ അതിൽ ഇടപെടാറില്ല, കാരണം കുട്ടികളുടെ ഉത്സവമാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മളുടെ ലേഖക് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വസന്ത സമയത്ത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും ആ മാറ്റങ്ങളെ എങ്ങനെ നമ്മളുടെ ജനങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഓർത്ത് വയ്ക്കേണ്ടത് പഞ്ചാജൂലി, നന്ദപർവ്വത്, ഫൂൽദേയി, ഫമൂലി ഫൂൽ, അത്രയും കാര്യങ്ങളാണ്. അത്രയും കീവേഡ്സ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തത് നമ്മളുടെ മോഹൻ രാഗേഷിൻ്റെ ദിശാഹീൻ ദിശ എന്ന് പറയുന്നതാണ്. ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് ഒരു രൂപരേഖയുമില്ല, എങ്ങോട്ട് പോകണം എന്നറിയാതെ ഡയറക്ഷൻലെസ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഇവിടെ പോകണം, ഇവിടെ പോകുമ്പോൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്യണം, അവിടെയൊക്കെ കാണണം, ഇത്ര ദിവസത്തെ ട്രിപ്പ്, ഇത്ര ദിവസം പൈസ, ഇത്രയും പൈസ ബഡ്ജറ്റ്, ഇതെല്ലാം തയ്യാറായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടായിരിക്കും നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നത്. പക്ഷേ ഇവിടെ ലേഖക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ട് ഒരു യാത്ര പുറപ്പെടുവാണ്. ഈ യാത്രയിൽ ലേഖകന് എന്താണ്, എവിടെ പോകണം എന്നോ എത്ര ദിവസം നിൽക്കണം എന്നോ എവിടെയെല്ലാം നിൽക്കണം എന്നോ ഒരു ഐഡിയയും തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുംബൈയിൽ നിന്നും യാത്ര തുടങ്ങുന്നത്. ആ യാത്രയിൽ അദ്ദേഹം ഗോവ, കന്യാകുമാരി, കൊച്ചി, കണ്ണൂർ ഇവിടെയൊക്കെ ഒന്ന് പോകണം എന്ന് തീരുമാനിച്ചാണ് യാത്ര തുടങ്ങുമെങ്കിലും നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെയല്ല അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ദിവസം എന്നുള്ള ഒരു പ്ലാനൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ യാത്ര അവസാനിച്ചത് മറ്റൊരു സ്ഥലത്താണ്. കിസി യാത്ര പർ ജാനെ സെ പഹലെ യാത്ര കി രൂപരേഖ ബനാന സരൂരി ഹെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. യാത്ര പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യും, എവിടെയൊക്കെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കും. यात्रा तो हम नई जगहों को पहचाने के लिए करते हैं,
നമ്മൾ എന്തിനാണ് യാത്രകൾ ചെയ്യുന്നത്? പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും ഒന്ന് റീഫ്രഷ് ചെയ്യാനും ഒക്കെയാണ് അല്ലേ? രൂപരേഖ ബന്നെ സെ ജഗഹോं की സഹി ജാൻകാരി മിൽത്തി ഹെ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പോയി കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് ഒരു രൂപരേഖയും ഇല്ലാതെ യാത്ര തുടങ്ങുന്നു. യാത്രയിൽ ഇദ്ദേഹത്തിന് ഈ തീരപ്രദേശങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ തീരപ്രദേശം കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ എവിടെ പോവും എന്നിങ്ങനെ ആലോചിച്ചു. അവസാനം അദ്ദേഹം ഗോവയിലേക്ക് പോകാൻ ആദ്യം തീരുമാനിക്കുകയും അവസാനം അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അവസാനം കന്യാകുമാരിയിൽ അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് യാത്ര മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഭോപ്പാലിൽ എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്ലാൻ എല്ലാം മാറുകയാണ്. ഭോപ്പാലിൽ എത്തുമ്പോൾ അവിനാഷ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഇദ്ദേഹത്തെ കാണാൻ വരികയും ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ദിവസം അവിടെ ഭോപ്പാലിൽ നിർത്താനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തെ ഇറക്കുന്നു. അങ്ങനെ ഇവർ ഭോപ്പാൽ തടാകത്തിലൂടെ ഒരു യാത്ര പോകുന്നു. ഒരു വൃദ്ധൻ്റെ ഒപ്പം ഒരു തോണിയിൽ സഞ്ചരിക്കുന്നു. ആ തോണിയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു പാട്ട് പാടണമെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവില്ല. അപ്പോൾ വൃദ്ധൻ പാട്ട് പാടാമെന്ന് പറയുന്നു. അദ്ദേഹം ഗസലുകൾ പാടുന്നു. തണുപ്പ് കൂടി വരുന്നു. അപ്പോൾ വൃദ്ധൻ പറയുന്നു നമുക്ക് തിരിച്ചു പോകാമെന്ന്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, അവിനാശ് തൻ്റെ കോട്ടൂരി വൃദ്ധന് കൊടുക്കുന്നു. അങ്ങനെ അവർ ആ ഒരു രാത്രിയിൽ തടാകത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു. അവിടെയാണ് കഥ നിൽക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു രൂപരേഖയും തയ്യാറാക്കിയല്ല യാത്ര തുടങ്ങിയത്. അദ്ദേഹം യാത്ര തുടങ്ങി, യാത്ര അവസാനിച്ചത് മറ്റൊരു ദിക്കിലാണ്. അപ്പം ആ ഒരു കഥയാണ് ദിശാഹിൻ ദിശ എന്ന് പറയുന്ന യാത്രാ വൃത്താന്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കാം. യാത്രാ വിവരണമാണ് പഠിക്കാനുണ്ടായത്. ഇനി നമുക്ക് അവസാനത്തെ ഇക്കായിലേക്ക് പോകാം. ഇക്കായ് 5 നമുക്ക് പ്രധാനമായിട്ടും 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതുകൂടാതെ അതിരിക്ത് വായിച്ചിൻ്റെ ഒരു കവിതയും കൂടി ഉണ്ട്. बच्चे काम पर जा रहा है, यह एक बहुत प्रसिद्ध कविता है. उसके रचयिता രാജേഷ് ജോഷി है. രാജേഷ് ജോഷിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് ബച്ചെ കാം പർ ജാ രഹാ ഹെ, കുട്ടികൾ ജോലിക്ക് പോകുന്നു. നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് 18 വയസ്സ് കഴിയാത്ത കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, ജോലി എടുപ്പിക്കാൻ പാടില്ല അല്ലേ? കാരണം എന്താ, ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ പൗരന്മാരാണെന്ന് നമ്മൾ പറയുന്നു. കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസം, അവർ കളിക്കുക, അവർ മാനസികമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു പൗരനായിട്ട് നമുക്ക് ആ കുട്ടീനെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് പല കുട്ടികളും കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാനായിട്ട്, ജോലി ചെയ്യാനായിട്ട് നിർബന്ധിതരാവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ വരച്ചു കാട്ടുന്ന കവിതയാണ് രാജേഷ് ജോഷിയുടെ ബച്ചെ കാം പർ ജാ രഹാ ഹെ. बच्चे काम पर जा रहा है कविता में कवि राजेश जोशी ने बच्चों को बचपन से चिन जाने की पीड़ा व्यक्त किया है. കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന, അവർ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവരുടെ ബാല്യകാലം അല്ലെങ്കിൽ കുട്ടിക്കാലം. പക്ഷേ കുട്ടികൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കുറിച്ചാണ് കവി പറയുന്നത്. അപ്പം ഈ കവിതയുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. കവി രാവിലെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് റോഡ് പണി ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്. അപ്പം കവി വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു എന്നല്ല കവി വിചാരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നാണ് കവി ചിന്തിക്കുന്നത്. കവി ആലോചിക്കുകയാണ്, ഇവിടെയുള്ള പന്തുകളൊക്കെ ആകാശത്തേക്ക് പോയോ? കാരണം കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കേണ്ട പ്രായമല്ലേ, പന്തുകളൊക്കെ ആകാശത്തേക്ക് പോയതുകൊണ്ടാണോ ഇവർ ഈ ജോലി ചെയ്യുന്നത്? അതോ ഇവിടെയുള്ള ഇവരുടെ വർണ്ണാഭമായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം പാതാളത്തിലേക്ക് പോയോ? അതുകൊണ്ടാണോ ഇവർ ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത്. കുട്ടികളുടെ ബാലവികാസം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് അവരുടെ മാനസികമായിട്ട് അവർ സന്തോഷിച്ചാൽ മാത്രമാണ്, അവർ പഠിക്കേണ്ട സമയമാണ്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് പകരം ഇടുത്താ പൊങ്ങാത്തൊരു ഭാരമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താ? നമ്മളുടെ ആർത്തിക സ്ഥിതിയാണ്. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നത് തന്നെയാണ് കുട്ടികളെ ജോലി ചെയ്യാൻ, അവർക്ക് കുടുംബം നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഇന്ത്യയുടെ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയെക്കുറിച്ചാണ് കവി പറയുന്നത്. അപ്പം നമുക്ക് ഈ കവിതയിലെ മെയിനായിട്ടുള്ള പോയിന്റ്സ് നോക്കാം. कवि ने इस कविता के जरिए समाज को जागृत
करना चाहिए. ജാഗ്രതമാനെ ഒന്ന് അവബോധം ഒന്ന് എന്താ ഇൻഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. कवि ने मानवीय दुखों ഖാസ്കർ ബച്ചോം और महिलाओं को दुखों को उड़ाया है. കുട്ടികളുടെയും സ്ത്രീകളുടെയും അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ് മെയിനായിട്ടും കവി പറയുന്നത്. കവിനെ ബച്ചോം കെ ബച്പൻ ക മഹത് ദർശായ ഹെ. ബച്പൻ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലമാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. കവിനെ ബച്ചോം ക കാം പർ ജാനെ കെ ഭയാനക് ബതായ ഹെ. കുട്ടികളെ ജോലിക്കായി ഇറങ്ങേണ്ടി വരുന്ന അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നു. കവിനെ ബതായ ഹെ കി ബച്ചോ ക കാം പർ ജാന ഉസ്കെ പ്രാകൃതിക് വികാസ് ക ഖിലാഫ് ഹെ. കുട്ടികൾ ഇത്തരത്തിൽ ജോലിക്കായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ബ്രെയിനിനെ ബാധിക്കും. അതല്ലെങ്കിൽ അവരുടെ നാളെ ഒരു പൗരനായി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാകപ്പിഴകളെല്ലാം തന്നെ കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു ബാല്യകാലം ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു പൗരനായി മാറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം കൂടി കവി ഇതിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇനി ഗുട്ടലി തോ പരായി ഹെ നാമക് एक प्रसिद्ध कहानी है. वो कनकशिला की कहानी है. उसकी मुख्य पात्र जो गुडली है. അപ്പോൾ പണ്ട് കാലം മുതലേ ഇപ്പോഴും നമ്മളുടെ സൊസൈറ്റിയിൽ ഈ ഒരു ചിന്താഗതി ഉണ്ട്. പെൺകുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യുക, മറ്റൊരാളുടെയാണ് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പോകേണ്ടവരാണ്. അങ്ങനെ ഒരു ഭേദ്ഭാവ് വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഇന്നും അത് ഒരു മാറ്റവും ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഗുഡലി തോ പരായി ഹെ എന്ന് പറഞ്ഞാൽ ഇതിൽ മുഖ്യ പാത്രം എന്ന് പറയുന്നത് 14 വയസ്സുള്ള ഗുഡലിയാണ്. അപ്പോൾ അവൾ അനുഭവിക്കേണ്ടി വരുന്ന, സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവൾ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് നമുക്ക് ഒട്ടും സീരിയസ് ആയിട്ട് തോന്നില്ല എങ്കിൽ പോലും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇത്. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഗുഡലിക്ക് തൻ്റെ ബുവേനെ ഇഷ്ടമാണ്, അമ്മായിനെ ഇഷ്ടമാണ്. പക്ഷെ അമ്മായി പറയുന്ന പല കാര്യങ്ങൾക്കും ഇവൾക്ക് യോജിക്കാൻ പറ്റില്ല. ഇവൾക്ക് പലപ്പോഴും തിരിച്ച് പറയണമെന്നുണ്ട്. ഇവൾ റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പം അമ്മായി പറയുന്നുണ്ട് പല സാഹചര്യത്തിലും നീ ഇങ്ങനെ ചെയ്യരുത്, നീ അടങ്ങി ഒതുങ്ങി നടക്കണം. പൊതുവെ എല്ലാ വീടുകളിലും പെൺകുട്ടികളോട് ഇപ്പോഴും പറയുന്ന കാര്യമാണ് അടങ്ങി ഒതുങ്ങി നടക്കണം, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മായിയും ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവളെപ്പോഴും ചിന്തിക്കുന്നത് ഇതെന്താണ് എന്നോട് മാത്രം പറയുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവളുടെ മനസ്സിൽ ഒരുപാട് ചിന്താഗതികൾ ഈ ഒരു കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇവളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേച്ചി മാറിപ്പോയ കാര്യം, അതുവരെ അവിടെ ചിരിച്ച് കളിച്ചിരുന്ന ചേച്ചി പിന്നീട് വളരെ അടക്കത്തോടും ഒതുക്കത്തോടു കൂടി നടക്കാൻ തുടങ്ങി. ചേട്ടനെ വരെ നടുക്കാന്ന് വിളിച്ചിരുന്ന ചേട്ടനെ വരെ കല്യാണത്തിന് ശേഷം വിളി മാറ്റി ഭായി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയുള്ള നിസ്സാര മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഇവളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണ കാർഡ് അടിച്ചപ്പോൾ ഇവൾ വളരെ സന്തോഷത്തോടുകൂടി നോക്കിയപ്പോൾ അതിലെന്താണ്, അവളുടെ പേരില്ല. അപ്പോൾ അവളുടെ പേരില്ല, പക്ഷെ ചേട്ടൻ്റെ ചെറിയ കൊച്ചിൻ്റെ വരെ പേരുണ്ട്. അപ്പോൾ അത് അവളെ വലിയച്ഛനോട് ചോദിക്കുമ്പോൾ പറയും നീ പെൺകുട്ടിയാണ്, പെൺകുട്ടികളുടെ പേരെന്തിൽ വെക്കാറില്ല, കാർഡിൽ വെക്കാറില്ല. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നെങ്കിലും ഇതെല്ലാം അവളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവളന്ന് ഒരുപാട് കരയുന്നു. അപ്പോൾ പറയുന്നു പെൺകുട്ടികൾ കരയരുത്, പെൺകുട്ടികൾ ഈ സമയത്ത് കല്യാണ സമയത്ത് കരഞ്ഞാൽ അത് അശുഭമാണ് എന്ന് പറയുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് അവളുടെ പേര് വെറുതെ എഴുതി വെക്കുന്നു. അതിൽ കാണുന്നില്ല എങ്കിൽ പോലും അവൾ അതിൽ സമാധാനിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് അവളുടെ ജീവിതത്തിൽ കുഞ്ഞിലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ പറയുകയാണ്, നീ വല്ലവരുടെയും വീട്ടിൽ പോകേണ്ട ആളാണ്, അതെന്താണ്, അപ്പോൾ ഇത് എൻ്റെ വീടല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, നീ ഈ വീട്ടിലെ അല്ല, നീ മറ്റൊരു വീട്ടിലെയാണ്, അങ്ങോട്ട് പോകേണ്ട ആളാണ്, ഇവിടെയുള്ള ഒന്നും നിൻ്റെ അല്ല എന്നുള്ളൊരു ചിന്താഗതി, തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് അവൾക്ക് വളരെയധികം വിഷമമാവുകയും ആ രാത്രിയിലാണ് ഇവൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുകയും ചെയ്യുന്നത്. അവളുടെ അമ്മ കൂടി അതിൻ്റെ കൂടെ ചേർന്നപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. പിന്നീട് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു, വലിയച്ഛന് ചായ കൊണ്ടു കൊടുക്കാൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ, ഇത് എൻ്റെ വീടല്ലല്ലോ, നിങ്ങളല്ലേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചേട്ടൻ വന്ന് പട്ടീനെ നോക്കാൻ, ഞന്നൂനെ നോക്കാൻ പറയുന്നുണ്ട് താങ്കളുടെ അല്ലേ, ഇനിയിപ്പോൾ ഈ വീടും ഇതുമെല്ലാം താങ്കളുടെ അല്ലേ, ഞാൻ മറ്റൊരാളുടെ അല്ലേ, ഞാനൊരു അതിഥിയല്ലേ, അപ്പോൾ താങ്കൾ തന്നെ ഇത് ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ അമ്മ ടിഫിൻ പാക്ക് ചെയ്യുന്നുണ്ട്. ഗുഡലി ഇതിനെതിരെ അവളുടേതായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളോടുള്ള ഒരു മനോഭാവമാണ് ഇതിൽ
പറയുന്നത് बुआ गुडली को हमेशा उपदेश देती रहती है, ये उपदेश सुनना गुडली पसंद नहीं करती है. എപ്പോഴും ഈ അമ്മായി ഇങ്ങനെ ഉപദേശങ്ങൾ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഗുഡലിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. बुआ के अनुसार यह घर गुडली का नहीं है. അതാണ് കഥയിൽ മെയിനായിട്ട് പറയുന്നത്. ഗുഡലിയുടെ വീട് ഗുഡലിയുടെ അല്ല എന്നാണ് ബുവ പറയുന്നത്. സസുരാൽ ഹി ഗുഡലി കാ അപ്നാ ഘർ ഹെ. ഭർത്താവിൻ്റെ വീടാണ് അല്ലെങ്കിൽ സസുരാലാണ് ഗുഡലിയുടെ ശരിക്കുള്ള വീടെന്ന് പറയുന്നുണ്ട്. और बुआ एक सर्वनानिक सच्चाई भी कहते हैं, सारी लड़कियां किसी और की अमानत है. ഈ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് എല്ലാ പെൺകുട്ടികളും മറ്റാരുടെയോ ആണ് എന്ന് പറയുന്നുണ്ട്. गुडली को अपना घर बहुत प्यारा है, लेकिन अक्सर बुआ कहती है कि यह घर तो उसके लिए पराया है. പരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റൊന്നാണ്. और गुडली का असली घर സസുരാൽ ഹെ. ഗുഡലിക്ക് തൻ്റെ വീടും തൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബുവ പറയുന്നത് എന്താണ്? ഇത് നിൻ്റെ വീടല്ല, നീ മറ്റൊരാളുടെയാണ്, ഇത് നിൻ്റെ വീടല്ല എന്ന് ആവർത്തിച്ച് കഥയിൽ പറയുന്നുണ്ട്. ഗർക്കി ആം കി കൈറിയാം താലാബ് ഉസ്കി ബനായി കസ്യാരിയാം ആദി വഹ ആന സംജ്തി ഹെ. അതായത് അവളുടെ വീട്ടിലുള്ള എല്ലാം, അവൾക്ക് പ്രിയപ്പെട്ടതെല്ലാം, മാവ്, അവിടെ ഉണ്ടായിരുന്ന കുളം, അവളുടെ പട്ടി നൈനു, ഇതെല്ലാം അവളുടേതല്ല എന്ന് അവൾക്ക് ബുവ പറയുമ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. മാ ബി ബുവ കെ സാത്ത് ദേത്തെ ദേഖ്കർ ഗുഡലി കോ നിരാശ ഹോ ജാത്തി ഹെ. ബുവ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്ന അമ്മേനെ കാണുമ്പോഴും അവൾക്ക് നിരാശയാണ് തോന്നുന്നത്. അപ്പോൾ അത്രയുമാണ് ആ ഒരു കഥയിൽ പറയുന്നത്. പിന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെയുള്ളൊരു വിഷയമാണ് തും ലടുക്കി ഹേ തും ക്യോം പഠനാ ഹേ. പെൺകുട്ടികൾക്ക് പണ്ട് മുതലേ എന്താണ് വിദ്യാഭ്യാസം കൊടുക്കില്ലായിരുന്നു. പെൺകുട്ടികളെ എന്തിനാ പഠിപ്പിക്കുന്നത്? അവർ വേറൊരു വീട്ടിൽ കല്യാണം കഴിച്ച് പോകേണ്ടതല്ലേ, അവരെ പഠിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇന്നും അതിന് മാറ്റം വന്നു എങ്കിൽ പോലും ഇപ്പോഴും മാറാതെ കിടക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു കവിത. തും ലടുക്കി ഹേ തും ക്യോം പഠനാ ഹേ. നീ പെൺകുട്ടിയല്ലേ, നീ എന്തിനു പഠിക്കണം? ഇസ് കവിത മേ ഏക് ബേട്ടി अपने पिता को जवाब देती है जब वो उससे पूछते हैं तुम क्यों पढ़ना है, पढ़ने के बेटा काफ़ी है. ഈ ഒരു കവിതയിൽ ഒരു പെൺകുട്ടി തൻ്റെ അച്ഛനോട് മറുപടി കൊടുക്കുകയാണ്. അച്ഛൻ ചോദിക്കുകയാണ് തും ക്യോം പഠനാ ഹേ, എന്തിനു പഠിക്കണം? പഠിക്കുന്നത് ആൺകുട്ടികളല്ലേ. പൂരി ഹിമ്മത്ത് और हैसियत के साथ यह बहादुर बेटी ऐलान करती है कि अब वो पढ़ेगी, आगे बढ़ेगी, नई धर्म और नई कानून रचेगी. അപ്പോൾ അവിടെ ശക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ ഇവിടെ പുതിയ ചരിത്രം സൃഷ്ടിക്കും, ഞങ്ങൾക്കും മീരാഭായിയുടെ ഗാനങ്ങൾ പാടണം, ഞങ്ങളും പഠിക്കും, ഞങ്ങളും വളരും, ഞങ്ങളും ഇവിടെ ചരിത്രം സൃഷ്ടിക്കും, ഞാൻ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു വോയിസ് റേസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ടും പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ തുല്യത വന്നു എങ്കിൽ പോലും മാറാത്ത ഒരുപാട് മനസ്സുകളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഈ വിഷയമാണ് ഈ രണ്ട് പാഠഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളുടെ SSLC ഹിന്ദിയുടെ പാഠഭാഗങ്ങൾ. നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും പ്രധാനപ്പെട്ട എല്ലാം തന്നെ അതിരിക്ത് വാചൻ ഒഴികെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ സമയപരിമിതി ഉണ്ടെങ്കിൽ പോലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്വിക്ക് റിവിഷനാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. കാരണം കൂടുതൽ കാര്യങ്ങൾ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമ്മറി മനസ്സിലാക്കിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതുക. എളുപ്പത്തിൽ ക്ലാസ്സുകൾ വേണം, എക്സാം കുറച്ചും കൂടി ഈസി ആക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ CC+ ജോയിൻ ചെയ്തോളൂ. നമുക്കിവിടെ LKG തൊട്ട് +2 വരെയുള്ള ഓൾ സബ്ജക്റ്റ് ട്യൂഷൻ അവൈലബിൾ ആണ്. 1-to-1 സെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഉടനടി താഴെ കാണുന്ന നമ്പറിൽ CC+ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്